ഹലോ ഗായ്സ്, ഏവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കരയിലൂടെ വന്ന് ബോട്ടിൽ കയറി അഷ്ടമുടിക്കായലിലൂടെ സഞ്ചരിച്ച് ഏതാണ്ടൊത്ത നടുവിൽ അവിടെ നമുക്കിറങ്ങാം. അവിടെ കുറേ ദൂരം നടക്കാം. അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലുണ്ട്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വീഡിയോ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണും. കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി ഐലൻഡാണ്. സാമ്പ്രാണിക്കൊടി ഐലൻഡിന് ആ പേര് വരാൻ കാരണം 14-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ചമ്പ്രാണി എന്ന കപ്പൽ ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായി ഈ കരയ്ക്കടുത്താണ് കിടന്നത്. അതുകൊണ്ടാണ് ഈ ദ്വീപിന് ചമ്പ്രാണി എന്ന പേര് വന്നത്. പിൽക്കാലത്ത് സാമ്പ്രാണിക്കൊടി എന്ന പേരായി മാറി. സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ DTPCയുടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ പോയി 150 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ പിള്ളേർക്ക് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ അവിടെയുള്ള ഒരു ബോട്ടിലോട്ട് കയറുക. ആ DTPCയുടെ തന്നെ ബോട്ടാണ്, അല്ല ഹൗസ് ബോട്ടൊന്നും ഇങ്ങോട്ട് വരാറില്ല. ആ ബോട്ടിൽ കയറി ഇങ്ങോട്ട് ഇടാം. 1 മണിക്കൂർ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറോളം. നമുക്ക് തിരിച്ചു പോകുമ്പം ഏത് ബോട്ട് വേണമെങ്കിലും ചിലപ്പോൾ ഇവിടുന്ന് ഒരുപാട് ബോട്ട് പോകുന്നുണ്ട്, പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോകുന്ന വിഷയങ്ങളൊന്നുമില്ല. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ളത് സാമ്പ്രാണിക്കൊടിയിലാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, വെള്ളം കണ്ടോ? ഇത്രയും വെള്ളമല്ലോ. നമ്മൾ വെള്ളത്തിലാണ് ഗായ്സ്. ഇത്രയും വെള്ളമല്ലോ ഗായ്സ്. വെള്ളത്തിന് കായലിൻ്റെ നടുക്കാണ്. കണ്ടോ, ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. കണ്ടോ, ഒത്തിരി ടൂറിസ്റ്റുകൾ ഇതുണ്ട്. കണ്ടൽക്കാടാണ്. ഇത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. എത്തിട്ടും വെള്ളമല്ലോ. കേട്ടോ ഉണ്ടോ, ചുറ്റും വെള്ളമല്ലോ. ഉണ്ട്, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ. കച്ചവടക്കാരൊക്കെ ഉണ്ട്, ജ്യൂസുകളുണ്ട്. ഇതിനിടയ്ക്കൂടെ നടക്കാനുണ്ട്. നടക്കാൻ പറ്റും. കണ്ടൽക്കാട് കണ്ടോ, കായലിന് നടുക്ക് ഇത്രയും വിശാലമായിട്ടൊരു സ്ഥലം നോക്കിയാൽ. വലിയ കായൽ. ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങുന്നു, ഒരു സൈഡിൽ ഇറങ്ങുന്നു, ഒരു സൈഡിൽ പോകുന്നു. കണ്ടോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? രസമുണ്ട്. കരിക്കൂട്ടം എങ്ങനെയുണ്ട്? ആണോ, കണ്ടോ, വെള്ളം ഇപ്പത്തേ ഉള്ളൂ. കച്ചവടമൊക്കെ ഉണ്ട്. കാരണം കായലിൽ നടത്തുള്ള കച്ചവടക്കാരുണ്ട്.
വള്ളത്തെ യാത്രയാണ്. ശരിയാ, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അല്ലേ, വെള്ളത്തിന് ചൂടുണ്ട്. കണ്ടോ, നമ്മുടെ നാട്ടുകാർ ഒരാളെ കണ്ടു കിട്ടിയുടെ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഒരു കടയിൽ കായലിൻ്റെ തടുപ്പ് വന്ന ഒരു നാരങ്ങാവെള്ളം കടയാണ്. കണ്ടു കിട്ടും. ഞങ്ങൾ മരത്തിൻ്റെ മണ്ടയ്ക്കാണ് ഗായ്സ്. മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. കായലിൻ്റെ നടുക്ക് മാറും, മാറും, അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. കൊച്ചു ചേർത്ത് ഇരുന്നുണ്ടോ ആസ്വദിക്കണ്ട വെള്ളത്തിൽ കൂടെ ഒക്കെ ഉള്ള യാത്ര. ഇവിടെയാണ് നമ്മൾ തിരിച്ച് പോകാനുള്ള പാത. നമ്മൾ തിരിച്ച് പോകാനുള്ള റൂട്ടുകളൊക്കെ എന്നിട്ടുമുണ്ട്. ശശിക്കൂട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? വെള്ളത്തിൽ ഒന്ന് കളിച്ച് കാണിച്ചേ. കണ്ടോ, പിള്ളേർക്കൊക്കെ ഇവിടെ വന്നാൽ അടിപൊളി രസമായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ പരുന്ത് വരെ ഉണ്ട്. അവിടം വരെ പോകാം. സ്ഥലം ഒരുവട്ടെങ്കിലും വരേണ്ട സ്ഥലമാണ് കേട്ടോ. ഇത്തറ്റേ വെള്ളമാണ്, ഇത്തറ്റേ വെള്ളമുണ്ട്. ചില സമയത്ത് ഇത്തറ്റേ വെള്ളം കൂടെ കാണും. എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. സൂപ്പറാണ്. പിള്ളേരെ കൊണ്ടുപോയി ഞാൻ കണ്ട ഒന്ന് കളിച്ച് കാണിച്ചേ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കായൽ ടൂറിസമൊക്കെ ഉണ്ടായാലും കണ്ടില്ല, നമ്മളെ ആൾക്കാർ തന്നെയാണ് വൃത്തികേടാക്കുന്നത്. കുടിച്ച വേസ്റ്റുകളൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട്. കണ്ടോ, കണ്ടൽക്കാടുകൾ നമ്മൾ സംരക്ഷിക്കണം. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കണം. വേസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ വരുന്നവരൊക്കെ അവിടെ കൊണ്ടുവരുന്നതാണ്. പിന്നെ കച്ചവടക്കാരും ചിലപ്പം കൊണ്ട് തള്ളുന്ന ആളുകൾ അവരുടെ വേസ്റ്റുകൾ കണ്ടില്ല ഗൈസ്. അങ്ങ് ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടം വരില്ല, അവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ. വണ്ടി വരെ ഓടിക്കുക അവിടെ വേണ്ട. നമ്മള് യാത്ര കഴിഞ്ഞാൽ തിരിച്ചു പോകും. യാത്ര കഴിഞ്ഞു.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.